പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നയന ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നയനയെന്ന് വിളിച്ചുകൊണ്ട്, നീ പറഞ്ഞല്ലോ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും നീ ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൂട്ടി വെക്കണ്ട, കാരണം അത് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകാവുന്നതാണ്. അത് നീ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണേ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കുഞ്ഞുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി നിൽക്കണ്ട. അവള് പെട്ടെന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അല്ല ആദർശേട്ടാ, ആദർശേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് പറയണേ. എന്തിനാ മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തത്? ഇല്ല നയന, എനിക്ക് മൂഡില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആവുമോ? നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഓരോരോ ജോലികൾ ചെയ്യുന്നതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇല്ല നയന, അമ്മ അന്ന് ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം അത്രയും സന്തോഷം ആളിക്കിടത്തിയതുപോലെ ആയിപ്പോയി. എന്താ അത് ചേട്ടാ ഇത്? എനിക്ക് ഈ കാര്യമൊന്നും അറിയില്ലെന്നാണോ കരുതിയത്? പക്ഷെ നമ്മൾ വിചാരിക്കാതെ ഓരോരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നും, അതുകൊണ്ട് ഈ പ്രശ്നമൊന്നും തീരില്ല എന്ന് ആദർശൻ തന്നെ പറയാറുണ്ടല്ലോ. ഈ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടും. അതിന് ഈ കുട്ടി നമ്മുടെ വീട്ടിലെ കുട്ടിയല്ല എന്നുള്ള കാര്യം വിചാരിച്ചാൽ മതി. അതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നോക്കണം എന്ന് പറയുമ്പോൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കണേ. നീ എന്തിനാ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കുന്നത്? ഓ, അപ്പൊ ഞാൻ നോക്കുന്ന നോട്ടത്തിന് വരെ ആദർശന്റെ അർത്ഥം മനസ്സിലായി തുടങ്ങിയല്ലേ? നീ എന്താ കളിയാക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയനൊന്നും മിണ്ടുന്നില്ലേ? അന്ന് അവര് ഇവിടെ കൊണ്ടുവിട്ട സമയത്ത് പറഞ്ഞ എന്താന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ട്. ഈ വീട്ടിലുള്ള ആരോ ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം പറഞ്ഞു. അത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ് തട്ടിപ്പിടിച്ച് എണീക്കാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ വീട്ടിലെ ആരും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതെന്തായാലും തെറ്റായിട്ട് മാത്രമേ തോന്നുള്ളൂ. അതൊരിക്കലും ശരിയാവാൻ വേണ്ടി പോകുന്നില്ല. അത് നീ മനസ്സിൽ വെച്ചോ. ഇപ്പോഴാണ് ആദർശേട്ടന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായത്. നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളുടെ വീട്ടുകാരായല്ലേ? അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. അയ്യോ നയന, അങ്ങനെയില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മളിങ്ങനെ നമ്മളെ വീട്ടിലുള്ളവരെ തന്നെ സംശയിക്കുക. മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യാവോ? സത്യം എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ട കടമ നമുക്കുണ്ട്. അത് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ആദർശേട്ട ഞാനും പറഞ്ഞത്. ഇങ്ങനെ ഫെഡപ്പായിട്ട് ഇരിക്കാതെ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം നോക്ക്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം മനസ്സിൽ വെച്ചോ, അവര് പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ആരെങ്കിലും ഒരാളാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യവും ചിന്തിക്കണം. എന്താ നയന നീ ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വശവും ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നയന റൂമിൽ നിന്ന് പോവാണേ. അത് കഴിഞ്ഞ് ആദർശ് മനസ്സിൽ വിചാരിക്കാൻ, ഞാൻ ഓൾറെഡി പ്രശ്നത്തിലായിരുന്നു, ഇവളാണെങ്കിൽ എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കി പോയല്ലോ. ഒരുപക്ഷെ നയന പറഞ്ഞതുപോലെ ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒരാളാണ് ആ കുട്ടിയുടെ അച്ഛനെന്നെങ്കിൽ അയ്യോ ദൈവമേ, ഒരിക്കലും അങ്ങനെ വരരുതേന്ന് ചിന്തിക്കുകയാണേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യം കഷ്ടത്തിലാകും. അവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആ കുഞ്ഞുമായിട്ട് നവ്യ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞ് ഭയങ്കര മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കളികൾ കളിക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ചും കൂടി വലിയ കുട്ടികളുടെ അടുത്ത് കളിക്കുന്ന രീതി കളിക്കണമെന്ന് പറയണേ. ഓഹോ, നീ ചെറിയ കുട്ടിയല്ലേ, വലിയ ആളാണല്ലേ, സോറി ഞാൻ അറിയാതെ പോയി എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത്. നവ്യ പറഞ്ഞത് പ്രകാരം ഒരു ബുക്ക് മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഇന്നാ നവ്യ എന്ന് പറയുമ്പോൾ, ഇതെന്തിനാ എനിക്ക് കൊണ്ടു തരുന്നത്? ഞാൻ ബുക്ക് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. നീ എന്ത് പരീക്ഷ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ അഴകിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ. എന്നാ ഇത് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ബുക്ക് വീണ്ടും നവ്യക്ക് നേരെ നീട്ടാണേ. ഞാനല്ല അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളാണ്. ഞാനോ? ദയവ് ചെയ്തിട്ട് നവ്യ എന്നെ ഇതിലൊന്നും വലിച്ചു വയ്ക്കല്ലേ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ ഞാനിപ്പോൾ മുത്തശ്ശിയും വിളിക്കുന്നു പറയണേ. എന്താ അതിനെ നവ്യ ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത് പതിയും. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങണേ. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ് എന്നൊക്കെ പറഞ്ഞ ആ കുട്ടി മൊത്തം പറയണേ. ഇതൊക്കെ നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ജോണി എസ് പപ്പ പാടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അഭി കരയുന്നത് പോലെ ചിരിക്കുകയും ചിരിക്കുന്ന പോലെ കരയുകയും ചെയ്യാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആ കൊച്ച് നവ്യേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടല്ലോ
ഇതേ നോക്കിയേ ചിരിച്ചുകൊണ്ട് കരയുന്നു, അതുപോലെ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു എന്നൊക്കെ പറയണേ. ഇത് കുട്ടി പറയുന്ന സമയത്ത് നവ്യ പറയുന്നത് ഇവരൊന്നും സാധാരണപ്പെട്ട ആളല്ല, ഭയങ്കര നാടക നടനേക്കാളും വെല്ലുന്ന നടനാണ്, ഇവരൊന്നും നീ ഒരിക്കലും വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ജലജ അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ നവ്യ. അമ്മേ കണ്ടില്ലേ ഇവള് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്, പോയിട്ട് ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറയണ്ടേ, എനിക്കും കുറച്ച് നല്ല ചില്ലായിട്ടുള്ള ജ്യൂസ് വേണമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്കേ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് എൻ്റെ കഷ്ടപ്പാടാണ്, പോരാത്തതിന് എവിടുന്നോ കയറി വന്ന ഈ കൊച്ചിനും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണേ. അത് കഴിഞ്ഞ് ആ കൊച്ചു പറയുന്നുണ്ട് എനിക്ക് നല്ല ചില്ല് വേണ്ട, ഒരു മീഡിയം ചില്ല് മതിയെന്ന്. കണ്ടല്ലോ അമ്മേ, അവൾക്ക് മീഡിയം ചില്ല് മതിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണേ. ഇതാ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് അഭിയാണെങ്കിൽ ഫുള്ള് പഠിപ്പിക്കലാണ് കേട്ടോ കൊച്ചിനെ. അങ്ങനെ അവർ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ജലജ ജ്യൂസായിട്ട് വരുവാണ് കേട്ടോ. അങ്ങനെ ഇവർ ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് കുറച്ച് താഴെ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും ജ്യൂസ് കൊടുത്തിട്ട് അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. നീ എന്നോടാണോ കളിക്കുന്നത്, നീ എന്താ വിചാരിച്ചത്, നീ വെച്ചിരിക്കുന്ന വേലക്കാരിയാണ് ഞാനെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ജലജ. അങ്ങനെ അവർ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് മേടിച്ചിട്ട് നവ്യ അങ്ങ് നടക്കുകയാണ്. നടക്കുമ്പോൾ ആ വെള്ളത്തിൽ ചവിട്ടി ജ്യൂസിനകത്ത് ചവിട്ടിയിട്ട് വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. അയ്യോ ഇത് കുഞ്ഞുവാവ വീഴാൻ വേണ്ടി പോകുന്നു എന്ന് ആ കുട്ടി പറയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി നവ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പിടുത്താണ്, എന്നിട്ട് അഭിയുടെ മേലേക്ക് വീഴാണ് കേട്ടോ നവ്യ. അങ്ങനെ നവ്യ അഭിന്റെ മേലെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അഭി പറയുന്നുണ്ട് നീ നല്ല വെയിറ്റ് ആയി, എണീക്ക് നവ്യ എന്നുള്ള കാര്യം. അപ്പോഴേക്കും അങ്ങോട്ട് എല്ലാവരും വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജലജ മുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അയ്യോ എല്ലാം ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്താ ചേച്ചി പറ്റിയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നവ്യനെ നയനെ കൊണ്ട് ഇരുത്താണ് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നവ്യമൊക്കെ പറ്റിയെന്നുള്ള കാര്യം. ഇതാ അവൾ കാല് വഴുതി വീഴാൻ വേണ്ടി പോയി എന്ന് അഭി പറയുന്നുണ്ട്. ഞാൻ അവളെ അതിനു മുമ്പ് പിടിച്ചു എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നവ്യെ നല്ല ശ്രദ്ധയോടുകൂടി നിൽക്കണം, നീ എങ്ങാനും വീണായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ലേ. ഇപ്പൊ അഭി പിടിച്ചത് ഭാഗ്യം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടി നവ്യെ കുറ്റം പറയുന്നത്, നവ്യ പാവാണെന്ന് പറയുമ്പോൾ നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ ദേവയാനി. അവൾ വീണായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവുമെന്ന് എനിക്കും അറിയായിരുന്നു, കുഞ്ഞുവാവ വയറ്റിലുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, നവ്യ തന്നെ വീണതല്ല എന്നും ആ ബാഡ് ആന്റിയാണ് വീഴ്ത്താൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് ജലജയെ ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജലജ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് അവൾ എന്താ ചെയ്തതെന്നുള്ള കാര്യം. അപ്പോഴേക്കും ജലജ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് അയ്യോ ഏട്ടത്തി ഞാൻ ഒന്നും ചെയ്തില്ല, സത്യമായിട്ടൊന്നും ചെയ്തില്ല. ജലജെ നീ കുറച്ചു നേരം മിണ്ടാതെ നിൽക്ക്, നീ പറ മോളെ അവൾ എന്താ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ ആന്റി എനിക്ക് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി വന്നു, അപ്പൊ അത് കുറച്ച് താഴെ ചിന്തിയത് ഞാൻ കണ്ടു. ഇത് കേൾക്കുമ്പോൾ ജലജ ഞെട്ടാണ് കേട്ടോ. ഈ കൊച്ചു കണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയ്യോ ഏട്ടത്തി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇനിയും മാറാറായിട്ടില്ലേ ജലജെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ഏട്ടത്തി, ഞാൻ ജ്യൂസ് കൊടുത്ത് തിരിച്ചു പോകുന്നതാണ്, ആ കൊച്ചു വേറെ എന്തൊക്കെയോ പറയാണ്. ഇതേക്കും മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല, നീയാണ് മാറ്റി മാറ്റി ഓരോന്ന് പറയുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ജലജെ, ഇത് കുട്ടിച്ചാത്തനാണ് കുഞ്ഞല്ല, അപ്പൊ കള്ളൊക്കെ പറയുന്നുള്ള കാര്യം ജലജ പറയുമ്പോൾ ഞാനിപ്പോ ജോണി ജോണി യെസ് പപ്പ പഠിച്ചതേ ഉള്ളൂ, അതിനകത്ത് ടെല്ലിംഗ് ലൈസ് നോ പപ്പ എന്നാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്നാ കൊച്ചു പറയണേ, നിങ്ങൾ ബാഡ് ആന്റിയാണ് അതുകൊണ്ടാണ് കള്ളം പറയുന്നത്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ആരും എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ഇവള് പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുകയാണ്, അതും നിന്റെ പേരക്കുട്ടിയാണ് അവൾ വയറ്റിൽ ചുമക്കുന്നത്, നവ്യയെ അപകടത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നീ തന്നെ അപകടത്തിലാവല്ലേ ജലജെ, കണ്ടില്ലേ ഒരു മണ്ണുണ്ണി പോലെ ഒരുത്തൻ തന്നെ ഇവിടെ നിൽക്കുന്നത്, ഇവൻ വാ തുറന്നിട്ട് എന്തെങ്കിലും പറയോ, ഇവനും എല്ലാം അറിയുന്നുണ്ടാകും. ഇല്ല മുത്തശ്ശി എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ജോണി ജോണി യെസ് പപ്പ പാടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എടാ നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടോ, ജോണി ജോണി യെസ് പപ്പ പാടുന്ന സമയമാണോ നിനക്ക്, ഓഫീസിൽ പോയിട്ട് വല്ല ജോലി നോക്കണ നേരത്തോണ്ട് അവൻ ഇവിടെ ഇരുന്നിട്ട് ജോണി ജോണി യെസ് പപ്പ പാടുകയാണോ, ഞാൻ ഈ കൊച്ചിന് വേണ്ടിയിട്ട് പഠിച്ചതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കും മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുക, ഇവിടെ ഒരു എണ്ണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഉള്ളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ദേവയാനിക്ക് അവിടെ നിന്ന് പോയതിനു ശേഷം നയന പറയുന്നത് ഞാൻ ചേച്ചി പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാമെന്നേ. അതിൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിനെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ ജലജ. കൊച്ചി പേടിച്ചിട്ട് നവ്യക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെന്ന് ചോദിക്കുകയാണ് നവ്യ. ദേ ആ ബാഡ് ആന്റി എന്നെ നോക്കി പേടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അമ്മയെ അവളെ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ ചുമ്മാ നോക്കിയതാണ്, ചുമ്മാ നോക്കിയിട്ടും ആ കൊച്ചിന് പേടിയായില്ലോ, ഇവിടെ നിന്ന് പേടിപ്പിക്കേണ്ട പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആട്ടി പറഞ്ഞു വിടുകയാണേ. അത് കഴിഞ്ഞിട്ട് അബി അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.